ഒരു കോടി ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് എത്ര പൈസ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. സോ 2025 2026 ഇപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടും. സോ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കോടി ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എത്ര കോടി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് വരുന്ന ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു കോടി ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എത്ര കോടി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ലോകത്ത് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുന്നതോട് കൂടി എങ്ങനെയാ ഒരു കോടി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ മാപ്പ് നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ ഞാൻ ഒരുപാട് സ്കിൽസ് നിങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. ഒരു വലിയ മാപ്പ് തന്നെ ഞാൻ അതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. സോ ഈ വീഡിയോ ഫുള്ള് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കും എങ്ങനെ ഒരു കോടി ഉണ്ടാക്കാം എന്നുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഈ പറഞ്ഞ സ്കിൽസ് ഒക്കെ എങ്ങനെ പഠിക്കാം, അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ദിസ് ഇസ് ഷെന്തു ജൂനിയർ. ഓക്കെ, ലെറ്റ്സ് ഗോ ദാറ്റ്. വീഡിയോയിലോട്ട് കിടക്കാം. എന്തുകൊണ്ട് ഒരു കോടി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോ ഒരു കോടി നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ലക്ഷറി ലൈഫോ ഒന്നും കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും. നിങ്ങൾക്ക് നന്നായിട്ട് മണി ആയിട്ടുള്ള പൈസ ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഫാമിലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് നോട്ട് ഷോർട്ട് ഓൺലി ഡിസിപ്ലിൻ. ഈ ഒരു കോടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസിപ്ലിൻ ആവശ്യമാണ്, കൺസിസ്റ്റൻസി ആവശ്യമാണ്. ഞാൻ നേരത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് പൈസക്കാരനാവണമെന്നുണ്ടെങ്കിൽ, റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു കോടി ഉണ്ടാക്കാൻ നിങ്ങൾ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എത്ര കോടി ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നോക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല റിച്ച് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതൊരിക്കലും നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. നാളൊക്കെ വെക്കുന്നത് മറ്റന്നാൾ വെക്കുന്നത് നല്ല ഡിസിപ്ലിൻ ആവശ്യമായിരിക്കും. സോ ഫെയിലാവും, അതിൽ നിന്ന് ഇമ്പ്രൂവ് ആകേണ്ടി വരും. സ്കിൽസ് ഒരുപാട് പഠിക്കേണ്ടി വരും. 2026 ആയി. സോ ഇന്ന് 1-ാം തീയതി 2026 ആയി. സോ അതുകൊണ്ട് തന്നെ ചലഞ്ചുകൾ കൂടിയിട്ടുണ്ടാവും. ആ ചലഞ്ചുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പല AI ടെക്നോളജികളുണ്ട്. സോ അങ്ങനത്തെ പല കാര്യങ്ങളും ഈ ലോകത്ത് ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതുപോലെ പല പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ ഒരു കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. റിച്ച് ലൈഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോടിയാണ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. ഒരു കോടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് റിയൽ തിങ് ആണ്, റിയൽ ടോക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 crore ഈസ് നോട്ട് ഈസി. ഒരു കോടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അത് ഓവർനൈറ്റ് ചെയ്ത് വരുന്നതല്ല. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോടി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു കോടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാളെ ഉണ്ടാക്കുക, മറ്റന്നാൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അടുത്ത മാസം, പിറ്റത്തെ മാസം, അങ്ങനെ ഒന്നും ആയിരിക്കും. ചിലപ്പോൾ 2-3 മാസം എടുക്കും. പലരും ചെയ്യുന്ന കാര്യം, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, അത് എന്തും ആട്ടോ, ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇട്ടിട്ട് പോരും. അങ്ങനെയല്ലേ വേണ്ടേ? ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് അതിൽ തന്നെ നിങ്ങൾ ഫെയിൽ ആവുന്നതനുസരിച്ച് നിങ്ങൾ അതിൽ മാസ്റ്ററിങ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ഡിസിപ്ലിൻ ആവശ്യമാണ്, കൺസിസ്റ്റൻസി ആവശ്യമാണ്. ഓക്കെ, സ്കിൽസ് ഒരു മാറ്ററാണ്. സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. സോ അതുപോലെ തന്നെ സാലറി നേടിയിട്ടോ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കോടി ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഒരു കോടി ഉണ്ടാക്കി എന്ന് വിചാരിച്ചോ, അത് ഒരുപാട് കാലം നിങ്ങൾ വർക്ക് ചെയ്യണം. ചിലപ്പോൾ ആയുസ് മൊത്തം തന്നെ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു കോടിയൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാൻ കാര്യം, ആൾക്കാർ നിങ്ങളോട് പറയും അതൊന്നും നടക്കത്തില്ല, അതങ്ങനെ. സോ ചിലപ്പോൾ സ്വന്തം വീട്ടുകാരെ വരെ നിങ്ങളെതിരെ നിന്ന് തരും. പക്ഷെ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിൻ്റെ പിന്നാലായിരിക്കും നമ്മളിവിടെ ജീവിക്കുന്നത്. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു കാരണം ഉണ്ടായിരിക്കണം. ചുമ്മാ രാവിലെ ഇച്ചിരി രാത്രി കിടന്നുറങ്ങിയാൽ പോരാ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞത് ഇറ്റ്സ് എ പ്ലാനിങ്. കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം നിങ്ങൾ. സോ ഞാനിവിടെ 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലേൺ ഹൈ ഇൻകം സ്കിൽസ്. ഈ ഹൈ ഇൻകം സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കാം. ട്രേഡിങ് ഒരു ഹൈ ഇൻകം സ്കില്ലാണ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എഡിറ്റിംഗ്, സൈബർ, അതുപോലത്തെ ഒരുപാട് ഹൈ ഇൻകം സ്കിൽസുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രേഡിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് മാസ്റ്റർ ആയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പൊന്നു വിളയുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ വിളയിക്കണം എന്നുണ്ടെങ്കിൽ നല്ല സ്കില്ല് വേണം. ഓക്കെ, രണ്ടാമെന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഇനി അങ്ങോട്ട് സീരിയസ്ലി സോഷ്യൽ മീഡിയയിലെ കാലം, അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം. മറ്റുള്ള കമ്പനികൾ ഹയർ ചെയ്യാം, നിങ്ങൾക്ക് തന്നെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ എഡിറ്റിംഗ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല, വളരെ ഈസിയാണ്.
ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ള കമ്പനീസിനെ ഹയർ ചെയ്യാം, എന്നിട്ട് ആ കമ്പനിയിൽ അങ്ങനെ അവർക്ക് പണി ചെയ്ത് കൊടുക്കാം. സോ ഒരിക്കലും നിങ്ങൾ അവരുടെ ഇതിൽ പോയിട്ട് വർക്ക് ചെയ്യരുത്. ഒരു ഫ്രീലാൻസർ ആയിട്ട് അവരുടെ അടുത്തുനിന്ന് പ്രൊജക്ട് മേടിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാം. അല്ലാതെ അവരുടെ ഇതിൽ കമ്പനിയിൽ പോയിട്ട് അവരെ കീഴിൽ നിന്നിട്ട് ഒരിക്കലും നിങ്ങൾ വർക്ക് ചെയ്യും. അങ്ങനെ ഒരു കോടി ഉണ്ടാക്കുക പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് സാലറി കിട്ടത്തുള്ളൂ. നേരെ പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു കയ്യിലും ലൈക്ക് നല്ലൊരു എഡിറ്റർ, നല്ല സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ പൈസ എടുത്ത് തരും. ഓക്കെ, ഡിമാൻഡ് നമ്മളെടുത്തായിരിക്കണം എപ്പോഴും. ആ രീതിയിൽ നമ്മൾ ഉയരണം എന്നുണ്ടെങ്കിൽ അത്രയും സ്കില്ലിലേക്ക് നമ്മൾ എത്തണം. സോ രണ്ടാമത്തെ പറഞ്ഞിട്ട് ബിൽഡ് ഓൺലൈൻ ഇൻകമാണ്. സോ ഞാൻ പറഞ്ഞല്ലോ 2026 ആയി. ഈ കാലഘട്ടത്തിൽ ഓൺലൈനിലൂടെയാണ് ഇപ്പം എല്ലാവരും പൈസ കണ്ടെത്തുന്നത്. സോ നിങ്ങൾക്ക് ഒരു കോടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ബിസിനസ് ചെയ്യാം, പക്ഷെ നല്ല പൈസ അങ്ങോട്ട് വേറെ ഇറങ്ങും. അതിൽ നിന്നൊരു കോടി പ്രോഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഓൺലൈൻ അങ്ങനെയല്ല. ഓൺലൈൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓൺലൈനിലും ഉണ്ട് ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗൊക്കെ നിങ്ങൾ പൈസ അങ്ങോട്ട് കയറിയണം. ഒരു ഡ്രോപ്പ് ഷിപ്പിംഗിൽ എല്ലാവരും വിജയിക്കത്തില്ല. അപ്പോൾ നിങ്ങളൊരു 100 പേര് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ, അതിൽ 10 പേര് 5 പേര് എങ്ങനെ സക്സസ് ആവത്തുള്ളൂ, ബാക്കി എല്ലാവരും ഫെയിൽ ആവും. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് സമയമെടുക്കും, പേഷ്യൻസ്, ക്ഷമ. അത് പിന്നെ ആർക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ആ പണിക്ക് പോകത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒരു പ്രോഡക്റ്റ് എടുക്കുക, ആ പ്രോഡക്റ്റിനെ നിങ്ങൾ എഡിറ്റ് ചെയ്യുക, അത് നിങ്ങളായിട്ട് ഇതിൽ നിങ്ങളുടെ മാർക്കറ്റ് എത്തുന്നത് നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെ. പിന്നെ ഡിജിറ്റൽ പർച്ചേസ് അല്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൽസിന് ഈ പറഞ്ഞ കാര്യത്തിന് എല്ലാ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അത് എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ അത് ലൈക്ക് ഡിജിറ്റൽ പർച്ചേസ് അല്ല, ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ട് അതിനെ ഈ പറഞ്ഞ സോഷ്യൽ മാർക്കറ്റിംഗ് നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. 0 ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഫുൾ പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാം. ഡ്രോപ്പ് ഷിപ്പിംഗ് പോലെയല്ല, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെയല്ല, ഫുൾ പ്രോഫിറ്റ് നിങ്ങളെ കയ്യിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ അതൊന്നും ഇല്ലാത്തുള്ളൂ, ഇവിടെയുണ്ട്. ഇപ്പോൾ പല യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മിസ്റ്റർ ബീസ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് അൽഗോരിതം അല്ലെങ്കിൽ മറ്റു ലൈക്ക് ഇന്ന സ്കില്ല് ഇന്ന പ്രോംപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. അവർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് അവർ മാർക്കറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു നല്ല ഈ സ്കില്ല് നിൽക്കുന്നതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഓൺലൈൻ ഇൻകം മെത്തേഡുകളുണ്ട്. ഇതിലൂടെ നിങ്ങൾ പറഞ്ഞ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും പറ്റും. ലൈക്ക് നിങ്ങൾ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ, അതിൽ നിങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എഡിറ്റിംഗ് അറിയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം. നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളതായിട്ടുള്ള ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ഇന്ന സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ലൈക്ക് മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യാം. ഒരു മറ്റുള്ള കമ്പനീസ് നിങ്ങളെ ഹയർ ചെയ്യും. നിങ്ങൾ പറഞ്ഞ പൈസ അവർ നിങ്ങൾക്ക് തരും. സീരിയസ്ലി അങ്ങനെയാണ് ചെയ്യാറ്. ഒരിക്കലും നിങ്ങൾ അവരെ കീഴിൽ വർക്ക് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഫിക്സ്ഡ് സാലറി കിട്ടും. നിങ്ങൾ പറഞ്ഞ പൈസ ആയിരിക്കണം, ആ രീതിയിൽ നിങ്ങൾ സ്കിൽഡായിരിക്കണം. അപ്പോൾ ഓൺലൈൻ ഇൻകം നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഡോണ്ട് വേസ്റ്റ് ടൈം വേസ്റ്റ് ചെയ്യരുത്. ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, കാരണം ഇതൊന്നും നാളെയോ മറ്റന്നാളോ നടക്കുന്ന കാര്യമല്ല. മാസങ്ങളെടുക്കും, ചിലപ്പോൾ കൊല്ലങ്ങളെടുക്കുന്നു. ടൈം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ നല്ലൊരു ഐ സ്കില്ലും ഒരു ഓൺലൈൻ മെത്തേഡും നോക്കുക ഈസ് ബെറ്റർ. ഓക്കെ, നേരത്തെ പറഞ്ഞ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഈ 2 കാര്യങ്ങൾ. പിന്നെ ട്രേഡിങ്ങും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ട്രേഡിംഗ് ഒക്കെ പക്ക സ്കില്ലാണ്. ട്രേഡിംഗ് മാസ്റ്ററായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പൈസ ഇറങ്ങാൻ പറഞ്ഞാൽ ഇത്രയില്ല കാര്യമാണ്. എന്നാലും ട്രേഡിങ് ഇസ് ലൈക്ക് ഒരിക്കലും ട്രേഡിങ്ങിൽ നേരെ പോയി ചെയ്യരുത്. അതിലൊരുപാട് അപകട സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്ത് പഠിക്കണം. സോ ഞാൻ എപ്പോഴും പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും എഡിറ്റിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് ഓൺലൈൻ ഇൻകം. സോ ഓൺലൈൻ ഇൻകം നിങ്ങൾ ഏത് ഓൺലൈൻ ഇൻകം ആണ് തിരഞ്ഞെടുക്കാന്നുണ്ടെങ്കിലും അതിലൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ എഡിറ്റിങ്ങും സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ 2 സ്കില്ലും ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഓക്കെ, മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. This is not real journey. This is like if you make mistake, this way failing time I'm not reaching. Okay, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ലൈക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഐ എം നോട്ട് റീച്ചിങ്. നിങ്ങൾ റീച്ച് ആയിട്ടുള്ള കാര്യമല്ല. അത് മേക്ക് മിസ്റ്റേക്ക്. നിങ്ങൾ മിസ്റ്റേക്കുകൾ മേക്ക് ചെയ്യും. ബട്ട് ഐ വിൽ ബി നോട്ട് സ്റ്റോപ്പിങ്. ഒരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ലൈക്ക് ഇത് നിങ്ങളൊരു ലൈഫിൻ്റെ റിയൽ ജേർണി ആയിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ബട്ട് ഞാൻ ഇതൊക്കെ പറയാമെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളെ ലൈഫിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഇപ്പോൾ നിങ്ങളെ സന്തോഷത്തിനെങ്കിലും നിങ്ങളെ ഇമോഷൻസിനെ ഈ പറഞ്ഞതൊന്നും ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ കുറച്ചൊരു അകലം പാലിച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. സോ ചിലർ വിജയിക്കും, ചിലർ തോൽക്കും.
ഓക്കെ, ഈ തോറ്റിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആ രീതിയിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. സോ മൂന്നാമത്തെ പറയുന്നത് കോൾ ടു ആക്ഷൻ. ഓക്കെ, ഈ ഒരു കാര്യമാണ് ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തത്. അതായത് ലൈക്ക് ഒരു കോടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ പൈസക്കാരനാവണം, റിച്ച് ആവണം എന്നൊക്കെ വിചാരിക്കുന്നത് ചിലപ്പം അടുത്ത കൊല്ലം എനിക്ക് ഇത്രയും പൈസ ഉണ്ടാകണം, മറ്റു കൊല്ലം എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കണം, അടുത്ത മാസം എനിക്ക് ഇത്രയും പൈസ ഉണ്ടാകും. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ 1 CR ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ അടുത്ത മാസം മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ മാസം ഈ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ 2026 കഴിയാൻ നേരത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളടുത്ത് 1 crore വരുന്നത്, ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. എന്നായാലും വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഷെയർ വിത്ത് 1 friend. ഒറ്റ ഫ്രണ്ടിനോട് നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രം മതി. ഒരു ഫ്രണ്ട്. ഒരിക്കലും നിങ്ങൾ നാട്ടുകാരോടോ വീട്ടുകാരോട് നിങ്ങൾ എന്ത് ചെയ്യാന്നുള്ളത് ഒരിക്കലും നാട്ടുകാരോടും വീട്ടുകാരോടും പറയണ്ട. ഒരു ഫ്രണ്ടിനെ ലൈക്ക് നിങ്ങൾ അതേ മൈൻഡ് സെറ്റുള്ള ഒരു ഫ്രണ്ടിനെ നിങ്ങളെ കൂടെ നിങ്ങൾ ചേർത്താൻ ശ്രമിക്കുക. ഒറ്റ ആൾ മതി. പക്ഷേ ലൈക്ക് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ നെറ്റ്വർക്കിംഗ് എങ്ങനെ ആയിരിക്കുമോ അതായിരിക്കും നമ്മളെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് 3 friends ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര റിച്ച് ആവണം, നിങ്ങൾക്ക് ഇത്ര പൈസ ഉണ്ടാക്കണം, നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങളെ ഫ്രണ്ട്സും ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്കൊരു ഗോളുണ്ട്. നിങ്ങളെ ഗോൾ അനുസരിച്ചല്ല നിങ്ങളെ ഫ്രണ്ട്സിന് വേറെ ഗോളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ചുമ്മാ അടിച്ചുപൊളിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും അവരുടെ കൂടെ അടിച്ചുപൊളിച്ച് നടക്കലായിരിക്കും. നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സും അതേപോലെ പൈസ ഉണ്ടാക്കണം, ബിസിനസ് തുടക്കണം എന്നുള്ള ഒരേ മെൻറ്റാലിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഗോളും നിങ്ങളെ മെൻറ്റാലിറ്റി ഇല്ലാത്ത ഫ്രണ്ട്സ് ആണോ വിട്ട് കളഞ്ഞത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ല, ബട്ട് എന്നാൽ പോലും നമ്മളെ ഒരേ മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും നമ്മളെ കൂടെ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ എന്താവും എന്ന് തീരുമാനിക്കുന്ന വിധത്തിൽ നമ്മൾ നെറ്റ്വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അതിൽ ഒരാളാണെങ്കിൽ ഒരാൾ. ഓക്കെ, സോ പിന്നെ പറഞ്ഞത് ദിസ് 1 day. ലൈക്ക് ഒരിക്കലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ലൈക്ക് കോൾ ടു ആക്ഷൻ പലരും ഉണ്ടാവും. ആക്ച്വലി പ്ലാനിങ് ഇങ്ങനെ കുറേ ഉണ്ടാക്കും. അതായത് ഇന്ന ചെയ്യണം, ഇന്ന ബിസിനസ് തുടങ്ങണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന വീഡിയോസ് ചെയ്യണം. സോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ 2 ദിവസം മുമ്പ് 3 ദിവസം പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോഴാണ് ഇതിലേക്ക് എത്തിയത്. സോ ലൈക്ക് പ്ലാനിങ് ഇങ്ങനെ ചെയ്യും, എന്നാലും ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും റിസൾട്ട് കിട്ടത്തില്ല. ലൈക്ക് ആ ഒരു സംഭവമാണ്. സോ റിസൾട്ട് കിട്ടും, പക്ഷെ സമയം എടുക്കും. കൺസിസ്റ്റൻസി ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 1 CR പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് മോട്ടീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. 2 എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. 3 പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. മോട്ടീവായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസിപ്ലിൻ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളെ ഗോളിലേക്ക്. ഇനിയിപ്പോൾ ഈ 1 CR എന്നല്ല, ഇപ്പം ഇപ്പോൾ പഠിക്കുന്ന കാര്യം ആയിക്കോട്ടെ, ലൈക്ക് എന്ത് കാര്യം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഗോൾ നേടുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. സോ നെക്സ്റ്റ് വന്നത് ലാസ്റ്റ് ആയിട്ടുള്ള ലൈൻ ഞാൻ പറയാം. ദിസ് ഗോൾ ഈസ് നോട്ട് 1 CR. അതായത് ഒരിക്കലും നിങ്ങളെ ഗോൾ 1 CR എന്ന് നിങ്ങൾ ഒരിക്കലും സെറ്റാക്കരുത്. എനിക്ക് 1 കോടി മാത്രം മതി എന്ന്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1 കോടി ഉണ്ടാക്കാൻ പറ്റിയൊരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് ഈ ലോകത്ത് എത്ര കോടി വേണമെങ്കിൽ വളരെ ഈസി ഉണ്ടാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ 1 കോടി ഉണ്ടാക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ 1 കോടി ഒരിക്കലും നിങ്ങളെ മനസ്സിൽ എനിക്ക് ആ 1 കോടി മാത്രം പോരാ എന്ന് ആക്കരുത്. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ശ്രമിക്കേണ്ടത് 1 കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളെ ഗോൾ എന്ന് പറയുന്നത് 1 കോടിയിലും അപ്പുറത്തായിരിക്കണം. പക്ഷെ നിങ്ങൾ ശ്രമിക്കേണ്ടത് 1 കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ 1 കോടി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ ബാക്കിയുള്ളൊക്കെ അതിൻ്റെ പിന്നാലെ വന്നോളൂ. ഓക്കെ, ലൈക്ക് ദ ഗോൾ ബിക്കം അൺസ്റ്റേബിൾ. സോ ഓക്കെ, ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെ ഇതിൽ ഇപ്പോൾ വേണ്ടെന്നുള്ളത്. സോ പ്ലാനിങ്, അതായത് കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എഡിറ്റിംഗ് തന്നെയാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും ചെയ്യുന്നത്. സോ പിന്നെ പറഞ്ഞത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രോപ്പ് ഷിപ്പിംഗ്, നിങ്ങൾ എന്ത് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചോ അതിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈക്ക് ഹൈ ഗെയിൻ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പെട്ടെന്ന് വിജയിക്കാൻ പറ്റും. എഡിറ്റിംഗ് നടന്നുണ്ടെങ്കിൽ അതിനേക്കാളും പെട്ടെന്ന് വിജയിക്കാൻ പറ്റും. സോ ഇപ്പോൾ ഡിജിറ്റൽ വാച്ച് സെല് ചെയ്യാന്നുണ്ട്, അപ്പോൾ അത് നോക്കാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് അതിൽ പ്രോഫിറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹൈ ഇൻകം സ്കില്ല് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് അടിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. സോ
സോ അപ്പോൾ അത് വേണ്ടത് ഒരു ഐഡിയൽ സ്കില്ല് പഠിക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും മസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും എഡിറ്റിങ്ങും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ്സിലും പെട്ടെന്നൊന്നും പൊട്ടത്തില്ല. കാരണം നിങ്ങൾക്കത് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്നറിയാം. അതിന് നിങ്ങൾക്ക് ഓൺലൈൻ വഴി എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്നും അറിയാം, പുറത്തു പോയി എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓഫ്ലൈനായിട്ടെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓൺലൈനാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാർക്കറ്റിംഗ്, ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സും സോഷ്യൽ മീഡിയ വഴി ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഓൺലൈൻ ഇൻകം, നല്ലൊരു ഓൺലൈൻ ഇൻകം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രേഡിങ് ചെയ്യാം. നല്ലൊരു സ്കില്ലുണ്ടെങ്കിൽ ട്രേഡിങ് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ പക്ഷേ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഇത്ര പൈസ ഇട്ടിട്ട് ഇത്ര കോടി ഉണ്ടാക്കിയെന്നത് അതൊന്നും എനിക്ക് നടക്കുന്നതല്ല. അതൊരു 10 ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് 20 രൂപ അത്രയ്ക്ക് പറ്റത്തുള്ളൂ. ട്രേഡിങ്ങിന് വളരെ കുറച്ച് വലുതാക്കി വരുന്ന സംഭവം ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് സോഷ്യൽ മീഡിയ ഇവരുടെ ഡിജിറ്റൽ പോളിസി സെല് ചെയ്യാൻ പറ്റും, അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങാം, അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ട്, നല്ല എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഓക്കെ, അങ്ങനെ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ സെൻഡ് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ബിസിനസ് തുടങ്ങാം. എന്നിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, ഒരു ക്ലിയർ മാപ്പ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ സ്കിൽസൊക്കെ എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, ലൈക്ക്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾ മറക്കരുത്. സോ സീ യു നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും. സോ രണ്ടാമത്തെ പാർട്ട് വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി രണ്ടാമത്തെ പാർട്ടുണ്ടാവും. ഈ പറഞ്ഞ സ്കിൽസൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് എങ്ങനെ പഠിക്കാം, എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ആ ബെല്ലൈക്കനും സെറ്റാക്കി വെച്ചോ. നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോ കാണാം.